ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് പാകിസ്ഥാന്റെ ഭീകരബന്ധങ്ങൾ തുറന്നുകാട്ടുന്നതിനായി വിവിധ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘങ്ങളെ അയക്കാൻ കേന്ദ്ര സർക്കാർ. കോൺഗ്രസ് നേതാവ് ശശി തരൂർ, ബിജെപിയുടെ രവിശങ്കർ പ്രസാദ്, ബൈജയന്ത് പാണ്ഡ, ജെഡിയുവിന്റെ സഞ്ജയ് കുമാർ ഝാ, DMK അംഗം കനിമൊഴി, NCP അംഗം സുപ്രിയ സുലെ, ശിവസേനയുടെ ശ്രീകാന്ത് ഏകനാഥ് ഷിൻഡെ എന്നിവർ പ്രതിനിധി സംഘങ്ങളെ നയിക്കും. ഈ മാസം അവസാനം UN സുരക്ഷാ സമിതിയിലെ അംഗരാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന പങ്കാളിത്ത രാഷ്ട്രങ്ങളിൽ സംഘം സന്ദർശനം നടത്തും. സ്റ്റാർട്ടപ്പ് രംഗത്ത് ഏഷ്യയിൽ തന്നെ ഏറ്റവും മികച്ച പ്രകടനമാണ് കേരളം നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പ്രൊഫഷണലുകളുമായി തിരുവനന്തപുരത്ത് സംവദിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ അഭിപ്രായങ്ങളിൽ നയരൂപീകരണം അടക്കമുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ സ്കൂൾ പരിസരങ്ങളിൽ അപകടാവസ്ഥയിലുള്ള എല്ലാ കെട്ടിട ഭാഗങ്ങളും സ്കൂൾ തുറക്കും മുമ്പ് പൊളിച്ചു നീക്കാൻ നിർദ്ദേശം. മന്ത്രിമാരായ MB രാജേഷിന്റെയും V ശിവൻകുട്ടിയുടെയും നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ജില്ലാ കളക്ടർമാർക്ക് നൽകുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുകയും ചെയ്യും. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് എറണാകുളത്തും തിരുവനന്തപുരത്തും തുടക്കം. ഈ മാസം 23 വരെയാണ് പ്രദർശന വിപണന മേള. തിരുവനന്തപുരത്ത് മന്ത്രി V ശിവൻകുട്ടി മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എറണാകുളത്തെ മേള മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്തു. മീസൽസ്, റൂബല്ല രോഗ നിവാരണം ലക്ഷ്യമിട്ട് 5 വയസ്സുവരെ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ വാക്സിനേഷൻ സമ്പൂർണ്ണമാക്കാൻ പ്രത്യേക ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ഈ മാസം 19 മുതൽ 31 വരെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഉടനീളവും മറ്റ് 8 ജില്ലകളിൽ വാക്സിനേഷൻ കവറേജ് കുറഞ്ഞ പ്രദേശങ്ങളിലും ക്യാമ്പയിൻ സംഘടിപ്പിക്കും. ആലപ്പുഴയിൽ നെല്ല് സംഭരണം പ്രതിസന്ധിയിലായ പാടങ്ങളിൽ നിന്ന് നെല്ലെടുപ്പ് ആരംഭിച്ച് കൃഷിവകുപ്പ്. ഉപ്പുവെള്ളം കയറിയും അത്യുഷ്ണം മൂലവും വിളവും ഗുണനിലവാരവും കുറഞ്ഞതിനാൽ സപ്ലൈകോ മുഖാന്തരമുള്ള നെല്ലെടുപ്പ് പ്രതിസന്ധിയിലായ പാടങ്ങളിൽ നിന്നാണ് നെല്ല് സംഭരിക്കുന്നത്. പാലക്കാട് യാക്കരയിൽ നിർമ്മിച്ച VT ഭട്ടതിരിപ്പാട് സാംസ്കാരിക സമുച്ചയം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നാടിന് സമർപ്പിക്കും. 68 കോടി ചെലവിൽ അത്യാധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയാണ് സാംസ്കാരിക സമുച്ചയം നിർമ്മിച്ചിട്ടുള്ളത്. മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിക്കും. വിവാദ പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിൽ G സുധാകരനെതിരെയുള്ള കേസിന്റെ പുരോഗതി അറിയിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം. ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറോടാണ് കേസിന്റെ പുരോഗതി യഥാസമയം അറിയിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയത്. സംസ്ഥാന സർക്കാരിന്റെ വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി നാളെ പാലക്കാട് നടക്കുന്ന പട്ടികജാതി പട്ടികവർഗ സംസ്ഥാനതല സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ OR കേളു, MB രാജേഷ്, K കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംബന്ധിക്കും. ഇടുക്കി മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ച് വനം വകുപ്പ്. മാട്ടുപ്പെട്ടി R&T എസ്റ്റേറ്റിലാണ് തൊഴിലാളികൾ കടുവകളെ കണ്ടത്. 3 ദിവസത്തേക്ക് പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 3 കടുവകളുടെ കാൽപ്പാടുകളാണ് കണ്ടെത്തിയത്. നിലമ്പൂർ സൌത്ത് DFOയെ സ്ഥലം മാറ്റിയത് MLA അടക്കമുള്ള നാട്ടുകാർ വീഴ്ച ചൂണ്ടിക്കാട്ടിയതുകൊണ്ടാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. മലപ്പുറം കടുവാ ദൌത്യത്തെ സ്ഥലം മാറ്റം ബാധിക്കില്ലെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. വനം വകുപ്പിനെതിരെയുള്ള വിമർശനങ്ങൾ ഗൌരവത്തോടെ കാണുന്നതായും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഈ മാസം 20 വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്. മലപ്പുറത്ത് നിപ രോഗബാധിതരുമായി പ്രാഥമിക സമ്പർക്കത്തിലുണ്ടായിരുന്ന 2 പേരുടെ സാമ്പിൾ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായി. ഇതോടെ 75 പേരുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവായത്. ഇനി 5 പേരുടെ പരിശോധനാ ഫലം കൂടി വരാനുണ്ട്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരത്തിന്റെ ടോസ് മഴ മൂലം വൈകുന്നു. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. തിരുവനന്തപുരത്ത് ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതി ബെയ്ലിൻ ദാസിന്റെ ജാമ്യാപേക്ഷയിൽ വിധി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. തിരുവനന്തപുരം വഞ്ചിയൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് 12ാം കോടതിയാണ് ജാമ്യം നിഷേധിച്ചത്. കോഴിക്കോട് സൈനബ കൊലക്കേസിലെ പ്രതികളെ മുഴുവൻ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ച അന്വേഷണ സംഘത്തെ സംസ്ഥാന പോലീസ് മേധാവിയുടെ ബാഡ്ജ് ഓഫ് ഓണർ നൽകി ആദരിച്ചു. 2023 വർഷത്തെ സംസ്ഥാന പോലീസ് മേധാവിയുടെ ബാഡ്ജ് ഓഫ് ഓണറാണ് ലഭിക്കുന്നത്. ലക്ഷദ്വീപിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടക സംഘം കപ്പൽ മാർഗം കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചു. 112 പേരാണ് സംഘത്തിലുള്ളത്. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരുക്കിയ പ്രത്യേക ഹജ്ജ് ക്യാമ്പിൽ തങ്ങിയതിനു ശേഷം ഈ മാസം 20-ന് തീർത്ഥാടക സംഘം ജിദ്ദയിലേക്ക് പുറപ്പെടും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.